മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളിലൊന്നാണ് ഇരവികുളം ദേശീയോദ്യാനം. മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ ഉദ്യാനത്തിലെത്തുന്ന സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട്. മലനിരകളെ തഴുകിയെത്തുന്ന കോടമഞ്ഞും മൂന്നാറിന്റെ പരന്ന കാഴ്ചകളും വരയാടിൻ കുഞ്ഞുങ്ങളും ഒക്കെയാണ് സഞ്ചാരികളെ ഉദ്യാനത്തിലേക്ക് ആകർഷിക്കുന്നത്. ഒരിക്കൽ വന്നാൽ വീണ്ടും വീണ്ടും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിലാണ് ഇരവികുളം ദേശീയോദ്യാനത്തിൽ വനം വകുപ്പ് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരയാടിന്റെ പ്രജനന കാലം കഴിഞ്ഞ് പാർക്ക് തുറന്നതോടെ നിരവധി സഞ്ചാരികളാണ് ഉദ്യാനം സന്ദർശിക്കാൻ എത്തുന്നത്. മലനിരകളും ചോലവനങ്ങളും പുൽമേടുകളും നിറഞ്ഞ പാർക്കിന്റെ പല ഭാഗങ്ങളിലും എത്തിപ്പെടാൻ വിനോദസഞ്ചാരികൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ പാർക്കിനെ മനസ്സിലാക്കാനും മലനിരകളെ കയ്യെത്തും ദൂരത്ത് കാണുന്നതിനും ഇവിടെ വെർച്വൽ റിയാലിറ്റിയിൽ ആസ്വദിക്കുവാൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് മൂന്നാർ വരുന്നത്. നല്ല കോടയുണ്ട്. തിരിച്ചിറങ്ങുമ്പോഴാണ് നല്ല കോട വന്നത്. അപ്പം എന്തായാലും ഹാപ്പിയാണ്. ഞാൻ 3-4 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഇത്രയും വരയാടുകളെ കണ്ടൊരു ചരിത്രം ഉണ്ടായിട്ടില്ല. ഇത്ര അടുത്ത് കിട്ടുന്നൊരു എക്സ്പീരിയൻസ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തോന്നി. പ്രത്യേകിച്ച് ഈ സമയത്ത് കോട ഇറങ്ങുകയും വരയാടുകൾ വന്ന് അടുത്ത് നിൽക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. 3D സംവിധാനത്തിലൂടെ പാർക്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ സഞ്ചാരികൾക്ക് ലഭിക്കുന്നത് വ്യത്യസ്തമായ അനുഭവമാണ് പകർന്നു നൽകുന്നത്. ആദ്യകാലങ്ങളിൽ വിനോദസഞ്ചാരികൾക്ക് പാർക്കിലെത്തി മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് പാർക്കിൽ കയറേണ്ട സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഇന്നാകട്ടെ അത്തരം രീതികൾ പാടെ മാറി വിനോദസഞ്ചാരികൾക്ക് ക്യൂവിൽ നിൽക്കാതെ ഓൺലൈനായി ടിക്കറ്റുകൾ എടുക്കുന്നതിന് സൗകര്യമുണ്ട്. ട്രാഫിക് കുരുക്ക് കുറയ്ക്കുന്നതിന് പാർക്കിംഗ് സംവിധാനവും പ്രത്യേക കഫ്റ്റേരിയ, 100 പേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഹോട്ടൽ സംവിധാനം, മൂന്നാറിലെ മലനിരകളിൽ മാത്രം കണ്ടുവരുന്ന അപൂർവ ഇനം സസ്യങ്ങൾ നട്ടുവളർത്തിയ ഓർക്കിഡോറിയവും സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. മതി വരുവോളം ഈ കാഴ്ചകൾ കണ്ടാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികൾ മടങ്ങാറ്. ന്യൂസ് ബ്യൂറോ, അടിമാലി.